ഇന്നൊരല്പം ഗാർഡൻ വിശേഷങ്ങളായാലോ. നമ്മൾ വീട് വാങ്ങിച്ച കാലം തുടങ്ങി ഇന്ന് വരെ എല്ലാ വർഷവും ഒരു സ്പ്രിങ് ആകുമ്പം BNQയിൽ വന്ന് കുറച്ച് കാശ് കൊടുക്കുന്ന നേർച്ചയുണ്ട്. അത് ഈ കൊല്ലവും ഇത്തിരി ലേറ്റായെങ്കിലും മുടങ്ങാതെ നമ്മൾ വന്നിട്ടുണ്ട്. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് പോകുന്ന പോക്കാണ്. ഇത്തവണ നമ്മൾ വാങ്ങിച്ചേക്കുന്നത് ചെറി ട്രീ ആണ്. ഇവിടെ ലണ്ടനിലൊക്കെ തന്നെ ഒരു വീടിന് ബാക്ക് ഗാർഡൻ ഉള്ളത് തന്നെ ഒരു ലക്ഷറി ആണെന്നാണ് എൻ്റെ അഭിപ്രായം. നമുക്കും ഉള്ള ഒരു ചെറിയ ബാക്ക് ഗാർഡൻ നമ്മൾ അത്യാവശ്യം സമ്മർ ആകുമ്പം മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. പെറ്റൂണിയാണ് നമ്മുടെ മെയിൻ. പിന്നെ പറ്റുന്ന പോലൊക്കെ ടൈഡിയപ്പ് ചെയ്ത് സൂക്ഷിക്കാറുണ്ട്. അപ്പോൾ വീട് വാങ്ങിച്ച സമയത്ത് നവംബർ ആയതുകൊണ്ട് നമുക്ക് അന്നൊന്നും വാങ്ങിക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞതിന് മുന്നത്തെ വർഷം വാങ്ങിച്ച പെയറാണ്. അന്ന് അമ്മയുണ്ടായിരുന്നു. അപ്പോൾ പെയർസ് നമ്മൾ പോയി വാങ്ങിച്ചു. ഈ വർഷമായപ്പോൾ അതിൽ കാ പിടിച്ചു. അത് കണ്ട സന്തോഷത്തിലാണ് നമ്മളിപ്പോൾ ചെറി വാങ്ങിച്ചേക്കുന്നത്. അപ്പോൾ അത് ഞാൻ പറഞ്ഞ പോലെ നവംബറിൽ വീട് വാങ്ങിച്ചുകൊണ്ട് അന്നൊന്നും ചെയ്യാൻ പറ്റിയില്ല ഒന്നും വാങ്ങിക്കാൻ. അതിൻ്റെ നെക്സ്റ്റ് സമ്മർ വാങ്ങിച്ച ആപ്പിളാണിത്. അത് അടുത്ത വർഷം തുടങ്ങി കാ പിടിക്കാൻ തുടങ്ങി. ഇപ്പം നല്ലപോലെ പിടിക്കുന്നുണ്ട് സമ്മർ ആകുമ്പം. പിന്നെ വീട് വാങ്ങിച്ച ആ ഒരു സമയത്ത് നമ്മൾ കടയിൽ പോയി കാണുന്ന എല്ലാ ചെടികളും വാങ്ങിച്ച് സമ്മറിൽ വെക്കുമായിരുന്നു. അതൊരു സന്തോഷമായിരുന്നു. പിന്നെ മനസ്സിലായി സമ്മർ കഴിയുമ്പോഴത്തേക്ക് അതെല്ലാം ചത്തുപോകും. പിന്നെ അടുത്ത സമ്മർ ആകുമ്പോൾ നമ്മൾ വീണ്ടും പുതിയ ചെടികൾ വാങ്ങിക്കണം. അങ്ങനെയാണ് ഞാൻ കഴിഞ്ഞ 2 വർഷമായിട്ട് എല്ലാ വർഷവും പൂക്കുന്ന ചെടികളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങിയത്. അതിപ്പോൾ ലെസ് മെയിൻ്റെനൻസിന് എല്ലാ വർഷവും പൂക്കൾ കിട്ടും. അതിപ്പോൾ മനുഷ്യൻ്റെ കാര്യമാണേലും ചെടികളുടെ കാര്യത്തിലാണേലും ലെസ് മെയിൻ്റെനൻസിൽ കൂടുതൽ കാലം തരുന്ന കമ്മിറ്റ്മെൻറ്റ്സ് ആണല്ലോ എല്ലാവർക്കും ആവശ്യം. ശരിയല്ലേ?